ജില്ലകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ അഴിച്ചുപണി അനിവാര്യമെന്ന് എം.കെ. രാഘവൻ എം.പി. ബേപ്പൂരിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 2 പേർ മരിക്കാനിടയായത് രക്ഷാപ്രവർത്തനത്തിലുണ്ടായ അധികൃതരുടെ വീഴ്ചയെന്ന് ഹാർബർ ആക്ഷൻ കമ്മിറ്റി. 5000 അഗ്നികുണ്ഡങ്ങളിൽ വേദാഗ്നി ഒന്നിച്ചു ജ്വലിച്ചതോടെ അതിരാത്രത്തിന് തുടക്കം. കത്തുന്ന വെയിലിൽ ചൂടും ദാഹവും കൊണ്ട് വലഞ്ഞ് ജീവജാലങ്ങൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ അഴിച്ചുപണി അനിവാര്യമാണെന്ന് എം.കെ. രാഘവൻ എം.പി. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.പി. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന പരിപാടികൾ കോഴിക്കോട്ട് നടന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം.കെ. രാഘവൻ എം.പി. നിർവഹിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ അഴിച്ചുപണി അനിവാര്യമാണെന്ന് എം.പി. പറഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം. സൈദലവി അധ്യക്ഷനായിരുന്നു. കെ.സി. കൃപരാജ്, കെ.സി. അബ്ദുസലാം, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിൻസെന്റ് മാത്യൂസ്, മുഹമ്മദ് അയൂബ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം അഹമ്മദ് ദേവർകോവിൽ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കും പൊതുസേവനത്തിൻ്റെ ഉന്നതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും പ്രതിബദ്ധതയാണ് ഈ വേദിയെ സാർത്ഥകമാക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ പാകുന്ന പ്രാഥമിക വിദ്യാഭ്യാസം എന്നത് കുട്ടിയുടെ ഭാവി നിർണയിച്ച് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരു പൂന്തോട്ടമാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നത് ഒരു സർക്കാരിൻ്റെ പ്രധാന ഉത്തരവാദിത്തമാണ്. ഒരു സംഘടന എന്ന നിലക്ക് നിങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകും. സ്വാഭാവികമായും ഏതൊരു സംഘടനയും അതിന് സംസ്ഥാനവുമായി സമ്മേളനവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാറുണ്ട്. അത്തരം ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദപ്പെട്ടവരുടെയും ശ്രദ്ധയിൽ അത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇത്തരം പ്രതിനിധി സമ്മേളനങ്ങൾ ഉയർന്നു വരേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ന്യായമായ അവകാശങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി. കൃഷ്ണപ്രസാദ് അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി ജനറൽ കൺവീനർ എൻ.സി. അബ്ദുള്ളക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി. സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂരിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 2 പേർ മരിക്കാനിടയായത് രക്ഷാപ്രവർത്തനത്തിലുണ്ടായ അധികൃതരുടെ വീഴ്ചയെന്ന് ഹാർബർ ആക്ഷൻ കമ്മിറ്റി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ബേപ്പൂർ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി അപകടത്തിൽപ്പെട്ട ആയിഷ ബോട്ടിലെ 2 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ അധികൃതരുടെ അനാസ്ഥ ആരോപിച്ച് ബേപ്പൂർ ഹാർബർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബേപ്പൂർ ഹാർബർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിന് മുൻവശത്താണ് ധർണ നടത്തിയത്. ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം കൗൺസിലർ ഷിനു പിന്നാണത്ത് നിർവഹിച്ചു. 2018-ലും 2019-ലും പ്രളയം വന്ന സമയത്ത് ആരുടെയും ഒരു ആജ്ഞ കൂടാതെ, ഒരു നിർദ്ദേശം കൂടാതെ അവരവരുടെ മത്സ്യബന്ധന യാനങ്ങൾ എടുത്തുകൊണ്ട് സ്വന്തം ജീവന് പോലും വില കൽപ്പിക്കാതെ ഈ നാടിനെ കൈപിടിച്ചുയർത്തിയിട്ടുള്ളവരാണ് മത്സ്യത്തൊഴിലാളികൾ. എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥ,
കടലിൽ പണിക്ക് പോയിട്ടുള്ള മത്സ്യം പിടിക്കാൻ വേണ്ടി പോയിട്ടുള്ള 4 മത്സ്യത്തൊഴിലാളികൾ അവർ ജീവന് വേണ്ടിയിട്ട് ഒരു തുള്ളി ശ്വാസനവായുവിന് വേണ്ടിയിട്ട് പിടയുന്ന സമയത്ത് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ അധികൃതരുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ആ ബോട്ടിന് ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ അധികൃതർ ആ സമയത്ത് തിരയാൻ വേണ്ടി പോയിട്ടുള്ളത്. ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ കടലിൽ നിന്നോ ഹാർബറിൽ നിന്നോ അപകടത്തിൽ പെടുന്ന സമയത്ത് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിന് പകരം ആ ബോട്ടിന് ബോട്ടിന് ഫിറ്റ്നസ് ഉണ്ടോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ, മറ്റു രേഖകളിലുണ്ടോ എന്നൊക്കെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയം കൊണ്ട് ആ ബോട്ടിന്റെ ഫിറ്റ്നസ് തെരഞ്ഞു നടന്നിട്ടുള്ള ആ സമയം കൊണ്ട് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ വിലപ്പെട്ട 2 മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ ഇന്ന് നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഇന്ന് ദൗർഭാഗ്യകരമായി കൊണ്ട് ഇത്തരത്തിലുള്ള ധർണ സംഘടിപ്പിക്കേണ്ടി വരില്ലായിരുന്നു. ഹാർബർ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കരിച്ചാലി പ്രേമൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ നേതാക്കൾ, ഹാർബറിലെ സംഘടനാ പ്രതിനിധികൾ, ഹാർബറിലെ തൊഴിലാളികൾ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. 5000 അഗ്നികുണ്ഡങ്ങളിൽ നിന്നും വേദാഗ്നി ഒന്നിച്ചു ജ്വലിച്ചതോടെ അതിരാത്രത്തിന് തുടക്കമായി. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ കുലപതി ആചാര്യ ശ്രീ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സനാതനധർമ്മം വരും തലമുറയ്ക്ക് കൈമാറുന്ന വിജ്ഞാനമാണ് അതിരാത്രം പോലെയുള്ള കർമ്മങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. അതിരാത്രത്തിന്റെ ആദ്യ ദിനം ആചാര്യശ്രീ രാജേഷിന്റെ 5000-ഓളം വരുന്ന ശിഷ്യർ യാഗഭൂമിയിൽ സമൂഹ അഗ്നിഹോത്രം നടത്തി. കശ്യപ സെന്റർ ഫോർ വേദിക് സ്റ്റഡീസ് ഡയറക്ടർ വേദലക്ഷ്മി എം.ആർ., വേദവിദ്യാപ്രകാശൻ ഡയറക്ടർ വിദ്യാലക്ഷ്മി എം.ആർ. എന്നിവർ സമൂഹ അഗ്നിഹോത്രത്തിന് നേതൃത്വം നൽകി. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ കുലപതി ആചാര്യ ശ്രീ രാജേഷ്, MDH ചെയർമാൻ രാജീവ് ഗുലാട്ടി, പത്നി ജ്യോതി ഗുലാട്ടി, മുൻ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി ഡോക്ടർ സത്യപാൽ സിംഗ്, പത്നി അൽക്ക എന്നിവരും സന്നിഹിതരായി. അതിരാത്രത്തിന്റെ ഉദ്ഘാടനം ആചാര്യശ്രീ രാജേഷ് നിർവഹിച്ചു. സനാതനധർമ്മം വരും തലമുറയ്ക്ക് കൈമാറുന്ന വിജ്ഞാപനം പങ്കുവയ്ക്കലാണ് അതിരാത്രം പോലെയുള്ള ഇത്തരം മഹത് കർമ്മങ്ങളിലൂടെ സാധ്യമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ സത്യപാൽ സിംഗ് മുഖ്യപ്രഭാഷണം നടത്തി. മഹാശയ് രാജീവ് ഗുലാട്ടിയെയും ഡോക്ടർ സത്യപാൽ സിംഗിനെയും ആചാര്യശ്രീ രാജേഷ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കടുത്ത ചൂടിൽ ഉരുകുകയാണ് കോഴിക്കോട് നഗരവും. പൊള്ളുന്ന ചൂടിനെ മറികടക്കാൻ വെള്ളവും തണലുമാണ് ആശ്രയം. കത്തുന്ന വെയിലിൽ ചൂടും ദാഹവും കൊണ്ട് വലയുകയാണ് ജീവജാലങ്ങൾ. കോഴിക്കോട് ജില്ലയിൽ താപനില ഇനിയും ഉയരുമെന്നാണ് പറയപ്പെടുന്നത്. കടുത്ത ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്.
താപനില ഉയരാൻ സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾക്കാവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. കടുത്ത ചൂടിൽ ഇടയ്ക്കിടെ വെള്ളം കുടിച്ചാണ് ജനങ്ങൾ ആശ്വാസപ്പെടുന്നത്. കുടയില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നഗരത്തിൽ പലയിടത്തും യാത്രക്കാർക്കായി കുടിവെള്ളവും സംഭാര വിതരണവും ഒരുക്കിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ പുറത്ത് പണിയെടുക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ചൂടിനെ നേരിടേണ്ടി വരുന്നത്. പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. വൈകുന്നേരത്തോടെ അന്തരീക്ഷം മേഘാവൃതമാകുന്നത് രാത്രിയിലും ചൂട് കൂടാൻ കാരണമാകുന്നു. കോഴിക്കോട് നഗരത്തിൽ ചെറിയ തോതിൽ വേനൽ മഴ ലഭിച്ചിരുന്നെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലേക്ക് മഴ ലഭിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും കുടിവെള്ളത്തിനും ക്ഷാമം അനുഭവപ്പെടുന്നു. ഏപ്രിൽ മാസത്തിൽ ലഭിക്കേണ്ട വേനൽ മഴയ്ക്കായി ഈ മാസാവസാനം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചരിത്ര പ്രസിദ്ധമായ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിൽ 23ാമത് കോഴിക്കോട് മുഖ്യ ഖാസിയായി മുഹമ്മദ് കോയ ജമലുല്ലൈലി സ്ഥാനമേറ്റു. ചടങ്ങ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുറ്റിച്ചിറ പുളിച്ചുവട് ജംഗ്ഷനിൽ നിന്നും നിയുക്ത ഖാസിയെ മിഷ്കാൽ പള്ളിയിലേക്ക് ഘോഷയാത്രയായാണ് ആനയിച്ചത്. മുത്തുക്കുടയും ദഫ്മുട്ടും ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി. വൈദേശികാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഒളിമങ്ങാത്ത പ്രതീകം കൂടിയായ മിഷ്കാൽ പള്ളി അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിദേശ അധിനിവേശമൊക്കെ കുറെ അതിനൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു മണ്ണാണ് കോഴിക്കോട്. ചരിത്ര നഗരമാണ്. ആ ചരിത്ര നഗരത്തിൽ ഇവിടെ മുസ്ലിങ്ങളും തിങ്ങിപ്പാർക്കുന്ന ആ ഒരു നാഗരികതയാണ് കോഴിക്കോടിനെ വ്യത്യസ്തമാക്കുന്നത് നമുക്കുള്ളത്. മലബാറിലെ പ്രമുഖ പട്ടണമായ കോഴിക്കോട്. മിഷ്കാൽ പള്ളി ആക്ടിംഗ് പ്രസിഡന്റ് PO ഹാഷിം അധ്യക്ഷനായി. മേയർ O സദാശിവൻ മുഖ്യാതിഥിയായി. നമ്മുടെ ആരാധനാ കേന്ദ്രം ഒരു നാടിന് ഏറ്റവും നല്ലതുപോലെ വെളിച്ചമാകുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു സന്ദേശമാണ് ഈ നാടിനകത്ത് മിഷ്കാൽ പള്ളി പ്രസരിപ്പിക്കുന്നത്. കോഴിക്കോടിൻ്റെ മനുഷ്യ സ്നേഹവും സാഹോദര്യവും നിലനിർത്തുന്നതിൽ മറ്റേതൊരു പട്ടണത്തെക്കാൾ ഏറെ വലിയ പങ്ക് നിർവഹിക്കുന്നതാണ് നമ്മുടെ ആരാധനാലയങ്ങൾ. തുടർന്ന് ഖാസിയെ തലപ്പാവണിയിക്കൽ ചടങ്ങ് മിഷ്കാൽ പള്ളി ആക്ടിംഗ് പ്രസിഡന്റ് PO ഹാഷിം നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ CBV സിദ്ദീഖ് ഔദ്യോഗിക വസ്ത്രം കൈമാറി. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, കോഴിക്കോട് സാമൂതിരി രാജ പ്രതിനിധി കേരളവർമ്മ KP ഏട്ടനുണ്ണി രാജ, സമസ്ത സെക്രട്ടറി K ഉമർ ഫൈസി മുക്കം, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സഫീർ സഖാഫി, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, കൗൺസിലർ TPM ജിഷാൻ, N ഉമ്മർ കോയ, K മൊയ്തീൻ കോയ, ഡോക്ടർ K മൊയ്തു, CA ഉമ്മർ കോയ, MV റംസി ഇസ്മായിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കാലിക്കറ്റ് മാപ്പിള ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ടെ ഖാസിമാരുടെ പൂർവ്വകാല ചരിത്രം രേഖപ്പെടുത്തുന്ന പ്രദർശനവും ഒരുക്കിയിരുന്നു. 2009 ശേഷം 17 വർഷം പിന്നിട്ട ശേഷമാണ് ഇത്തരമൊരു ചടങ്ങ് മിഷ്കാൽ പള്ളിയിൽ സംഘടിപ്പിച്ചത്. വിവിധ മത പണ്ഡിതരും സംഘടനാ നേതാക്കളും പുതിയ ഖാസിയെ ഷോൾ അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മാത്തോട്ടം സ്വദേശിയായ ചെരുപ്പ് നിർമ്മാണ തൊഴിലാളിക്ക് സിയസ്കോയുടെ കൈത്താങ്ങ്. അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന 24ാമത്തെ വീടിന് പ്രമുഖ വ്യവസായി PO ഹാഷിം തറക്കല്ലിട്ടു. കോഴിക്കോട് മാത്തോട്ടം സ്നേഹവീതി റോഡിൽ 3 സെന്റ് സ്ഥലത്താണ് സിയസ്കോ അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24ാമത് വീടിന് തറക്കല്ലിട്ടത്. പ്രമുഖ ഉരു വ്യവസായിയും MSS സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ PO ഹാഷിം തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. സേവന പ്രവർത്തനങ്ങളിലെ സിയസ്കോയുടെ ഇടപെടൽ മാതൃകാപരമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ചും സിയസ്കോയുമായി വളരെ 40-45 കൊല്ലത്തെ ബന്ധമുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും. അപ്പോൾ ഈ 24ാമത്തെ വീട്ടിൻ്റെ ഈ ചടങ്ങിന് എന്നെ വിളിച്ചതിൽ ഞാൻ എല്ലാ മെമ്പറും നന്ദി പറയുന്നു. സിയസ്കോ പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, K നൌഷാദ് അലി, PP അബ്ദുള്ള കോയ, CPM സയ്യിദ് അഹമ്മദ്, P മുഹമ്മദ് കോയ, പ്രൊഫസർ സഹദ് ബിൻ അലി, പാലക്കണ്ടി മൊയ്തീൻ കോയ, PM മെഹബൂബ് തുടങ്ങിയവർ സംബന്ധിച്ചു. തറയിട്ടതിൽ ഇതിനകം 12 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതായി സിയസ്കോ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. IT ജീവനക്കാരുടെ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് 24, 25, 26 തീയതികളിൽ കോഴിക്കോട് ബീച്ചിൽ നടക്കും. വനിതാ ടീമുകളടക്കം 35 ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. മലബാറിലുള്ള ഏറ്റവും വലിയ IT കൂട്ടായ്മയാണ് ഇവിടെയുള്ള സൈബർ പാർക്ക്, അതുപോലെ തന്നെ UL സൈബർ പാർക്ക്, ഇൻഫ്രാ പാർക്കുകളിലുള്ള കമ്പനീസ് ആണ് ഇതിൽ മെമ്പേഴ്സ്. 180ഓളം കമ്പനികൾ കാഫിറ്റിൻ്റെ ഭാഗമാണ്. അപ്പം കാലിക്കറ്റ് ഫോറം ഫോർ IT ഒരു ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കുകയാണ്. 5ാമത്തെ എഡിഷനാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. കാലിക്കറ്റ് ഫോറം ഫോർ IT കാഫിറ്റ് നടത്തുന്ന മലബാറിലെ IT ജീവനക്കാരുടെ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് 24 മുതൽ 26 വരെ ബീച്ചിൽ നടക്കും. വനിതാ ടീമുകളടക്കം 35 ടീമുകൾ പങ്കെടുക്കും. വൈകിട്ട് 3-ന് മത്സരങ്ങൾ ആരംഭിക്കും. പൊതുജനങ്ങൾക്കും പങ്കെടുക്കാം. IT മേഖലയിലെ ജീവനക്കാരുടെ ആരോഗ്യം, സൗഹൃദം, കൂട്ടായ്മ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് കാഫിറ്റ് പ്രസിഡന്റ് റിഫാഅത്ത് റഹ്മാൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KV അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി KK പ്രജീഷ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവിധ മേഖലകളിൽ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കായി ഭാരത് സേവക് സമാജ് നൽകുന്ന ദേശീയ പുരസ്കാരത്തിന് വടകര ചാനിയം കടവ് സ്വദേശി വടയക്കണ്ടി നാരായണൻ അർഹനായി. തിരുവനന്തപുരം സദ്ഭാവന ഭവൻ ഓഡിറ്റോറിയത്തിൽ ദേശീയ അധ്യക്ഷൻ BS ബാലചന്ദ്രൻ പുരസ്കാരം സമർപ്പിച്ചു. അധ്യാപകൻ, പരിസ്ഥിതി പ്രവർത്തകൻ, ജൈവ കൃഷി പ്രോത്സാഹകൻ, മില്ലറ്റ് പ്രചാരകൻ തുടങ്ങിയ നിലകളിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വടയക്കണ്ടി നാരായണന് പുരസ്കാരം നൽകുന്നത്. തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് അധ്യാപകനായി വിരമിച്ച ഇദ്ദേഹം ഇപ്പോൾ നിരവധി പരിസ്ഥിതി, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹിയാണ്. കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം, ദേശീയ ടീച്ചർ ഇന്നൊവേഷൻ പുരസ്കാരം, ബാംഗ്ലൂരിലെ പീപ്പിൾസ് പ്ലാനറ്റിന്റെ പ്രകൃതിയുടെ കാവലാൾ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. ഇന്ന് ചരിത്രപരമായി ആ ബിൽ അവതരിപ്പിക്കപ്പെട്ട് ചർച്ച നടക്കുന്ന ദിവസമാണ്. നമ്മുടെ രാജ്യത്തെ വനിതകളുടെ പൊതുവായ അവസ്ഥ പരിശോധിച്ചാൽ ഏതാണ്ട് 40 കോടിയിലധികം സ്ത്രീകൾ, ഭൂരിപക്ഷം ആളുകൾ പലരും തന്നെ 10ാം ക്ലാസ് പോലും പഠിക്കാത്ത അനിശ്ചിതമായിട്ടുള്ള ആളുകളാണ്. പുരസ്കാര സമർപ്പണ ചടങ്ങിൽ ഡയറക്ടർ ജയ ശ്രീകുമാർ അധ്യക്ഷയായിരുന്നു. ജോയിന്റ് ഡയറക്ടർ സിന്ധു മധു, ജസീന്ത മോറിസ്, ആസാദ് ആശീർവാദ്, K ഗോകുമാർ, TP വിനോദ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കേരളത്തിലെ 14 ജില്ലകളിലും കലാകായിക സാംസ്കാരിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ സംഘടനയായ ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറം 2026 അവാർഡുകൾ പ്രഖ്യാപിച്ചു. കലാസേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും അവാർഡുകൾ നൽകി വരുന്നത്. 1000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. മാപ്പിള കലയിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ അവാർഡ് നല്ലളം കബീർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മദർ തെരേസ അവാർഡ് ചെറി മോങ്ങം. ക്ലാസിക്കൽ കലയ്ക്കുള്ള അരുന്ധതി പാണ്ഡെ അവാർഡ് വിജിഷ, മിത്ര എന്നിവർക്കുമാണ്. മാപ്പിളപ്പാട്ട് ഗ്രൂപ്പ് മത്സരം ഉൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഏപ്രിൽ 30-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന അവാർഡ് നൈറ്റിൽ
അവാർഡുകൾ നൽകുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ സക്കരിയ പള്ളിക്കണ്ടി, ഭാരവാഹികളായ മുജീബ് പാടൂർ, റഹീന കൊളത്തറ, മൊയ്തീൻകുട്ടി തിരുനാവായ എന്നിവർ അറിയിച്ചു. ചടങ്ങിൽ കോഴിക്കോട് മേയർ ഒ സദാശിവൻ, MK മുനീർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനത്തെ മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള 2025 സതയം ചാരിറ്റബിൾ ട്രസ്റ്റ് ബോച്ചി അവാർഡ് കോഴിക്കോട് കോട്ടൂളി സ്വദേശിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിട്ടയർഡ് ഓഫീസറുമായ M. ശിവന്. 500,000 രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും അടങ്ങിയ അവാർഡ് മെയ് 10 കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവരെ തിരികെ എത്തിച്ച് കാരുണ്യത്തിന്റെ ഉദാത്ത മാതൃകയാകുകയാണ് K. ശിവൻ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 450ഓളം ആളുകളെ വീട്ടിലെത്തിക്കാൻ ശിവന് കഴിഞ്ഞു. സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായ P. മുഹമ്മദ്, മുതിർന്ന മാധ്യമപ്രവർത്തകരായ K. മോഹൻദാസ്, സർവജനനൻ കുന്നമംഗലം, സാമൂഹിക പ്രവർത്തകനും റിട്ടയർഡ് പോലീസ് ഓഫീസറുമായ A. വിശ്വനാഥക്കുറുപ്പ്, ട്രസ്റ്റ് ജനറൽ കൺവീനർ P. ശിവപ്രസാദ് എന്നീ ജൂറികളാണ് അവാർഡ് ജേതാവിനെ നിർണയിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ അഴിച്ചുപണി അനിവാര്യമെന്ന് MK രാഘവൻ MP. ബേപ്പൂരിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 2 പേർ മരിക്കാനിടയായത് രക്ഷാപ്രവർത്തനത്തിലുണ്ടായ അധികൃതരുടെ വീഴ്ചയെന്ന് ഹാർബർ ആക്ഷൻ കമ്മിറ്റി. 5000 അഗ്നികുണ്ഡങ്ങളിൽ വേദാഗ്നി ഒന്നിച്ചു ജ്വലിച്ചതോടെ അതിരാത്രത്തിന് തുടക്കം. കത്തുന്ന വെയിലിൽ ചൂടും ദാഹവും കൊണ്ട് വലഞ്ഞ് ജീവജാലങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.